ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ MEG04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്, വിച്ച് ഈസ് ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി, ഭാഷയും സമൂഹവും എന്ന വിഷയമാണ്. ഓക്കെ, സോ എന്താണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷയും അതിൻ്റെ സോഷ്യൽ റിലേഷൻഷിപ്പും എന്നാണ് നമ്മൾ ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്തൗട്ട് എനി അഡ്യൂ. ദ ഫസ്റ്റ് ടോപ്പിക്, ആസ് യു ക്യാൻ സി, ലാംഗ്വേജ് ആസ് എ സോഷ്യൽ ഫിനോമിനൻ, സാമൂഹിക ഒരു ഫിനോമിനോൺ അല്ലേ, അതായത് പ്രതിഭാസം എന്ന നിലയ്ക്ക് ലാംഗ്വേജിനെ നമുക്ക് എങ്ങനെ കാണാം. ഇവിടെ നമുക്ക് ജസ്റ്റ് മൂവ് ഇൻ. ലാംഗ്വേജ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ എ വാക്വം. ഇറ്റ് ഈസ് ഡീപ്ലി എംബഡഡ് വിത്തിൻ സൊസൈറ്റി ആൻഡ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഷേപ്ഡ് ബൈ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അത് എന്താണ്, ഒരു ഐസൊലേഷൻ ഉണ്ടായിട്ടില്ല, പെട്ടെന്നുണ്ടായ സംഭവമല്ല എന്ത് ലാംഗ്വേജ്. അതുമാത്രമല്ല, അത് സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഷേപ്ഡ് ബൈ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അത് സോഷ്യൽ എൻവയോൺമെൻറ്റിൽ മുഖേന രൂപപ്പെടുന്ന ഒരു സംഭവമാണ്. The way we speak is a direct reflection of who we are and where we belong in the social structure. ഒരു സാമൂഹിക ഘടനയിൽ നമ്മൾ എവിടെയുള്ള ആളാണ്, അല്ലെങ്കിൽ ഏതൊരു പൊസിഷനിലാണ് നമ്മളുള്ളത്, അതേപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ രീതി ഉണ്ടാവുക. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, there is 5 different influencing factors for the language, which is culture and class, region, occupation, gender, and education. These 5 influencing factors helps the language to be developed in a social atmosphere. ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ സാമൂഹിക മേഖലയിൽ ലാംഗ്വേജ് എങ്ങനെ രൂപപ്പെടുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നേരത്തെ കണ്ടത്. സോ ദ ഫസ്റ്റ് ഫാക്ടർ, വിച്ച് ഈസ് ക്ലാസ് ആൻഡ് റീജിയണൽ ഇൻഫ്ലുവൻസ്. ഒന്നാമത് നോക്കാം. ഒന്ന് സോഷ്യൽ ക്ലാസ് ആണ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫൻ യൂസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ്, പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, ഗ്രാമർ. നമുക്ക് അറിയാം ഡിഫറെൻറ്റ് കൾച്ചർ അല്ലേ, ഡിഫറെൻറ്റ് കൾച്ചർ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിംസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടാകാം അല്ലേ, ഇക്ക കാക്ക എന്നുള്ളതൊന്നും എന്ത് ചെയ്യില്ല ഇപ്പോൾ ഹിന്ദുസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇച്ചാൻ അല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഇതൊക്കെ പിന്നെ റിലീജിയൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കൾച്ചർ ബേസ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഹൈ പൊസിഷനിലുള്ള ലൈക്ക് ഒരു ഐഡിയോളജിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയോളജി ബേസ് ചെയ്ത് ക്ലാസ്സുകൾ തിരിക്കുമ്പോൾ ആ ക്ലാസ്സുകളിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ക്ലാസ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോമൽ നോക്കൂ, ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ദ ലെറ്റർ. നമ്മൾ ഫോമലായിട്ട് പറയുമ്പോൾ നമുക്ക് എനിക്ക് എന്തില്ല ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന് ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ലെറ്റർ എന്നേ പറയുള്ളൂ. ഇൻഫോമലായിട്ട് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് ഗെറ്റ് ദ ലെറ്റർ, എനിക്ക് ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന് ഐ ഡിഡിൻറ്റ് ഗെറ്റ് ലെറ്റർ എന്ന രൂപത്തിൽ പറയും. ഈ രണ്ടാമത്തെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണ് റീജിയൻ, അതായത് ഡയലക്റ്റ്. റീജിയനാണ് ഡയലക്റ്റുകൾ ഫോം ചെയ്യുന്നത്. ലാംഗ്വേജ് വേരീസ് ബൈ ജിയോഗ്രഫി. ദീസ് ആർ കോൾഡ് ഡയലക്ട്സ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, ജിയോഗ്രഫി, അവിടെ ഭൂപ്രകൃതി, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജുകൾ മാറുന്നുണ്ട്. അതാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് എത്ര ടൈപ്പ് ഉണ്ട്, ലോട്ട്സ് ഓഫ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷ് ആർ ദെയർ, എസ്പെഷ്യലി ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും. There is a drastic difference in the pronunciation of these words, and there are also different vocabularies in both the sections of both the types of English. ബ്രിട്ടീഷും അമേരിക്കൻ ഇംഗ്ലീഷും രണ്ടാണ്. ആൻഡ് കേരള ഇംഗ്ലീഷ് വേഴ്സസ് നോർത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ്. കേരളത്തിലെ ഇംഗ്ലീഷ് ഒരു ടൈപ്പാണ്. യു ക്യാൻ ഹിയർ ഫ്രം മൈ ഇംഗ്ലീഷ് ആൻഡ് ഐ ആം ഫ്രം കേരള. ആൻഡ് ഇത് നമ്മുടെ എന്താണ് ഇംഗ്ലീഷിലൊരു നമ്മുടെ മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ റീജിയന് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് സെയിം നോർത്ത് ഇന്ത്യയിലും സംഭവിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒക്യുപ്പേഷൻ എങ്ങനെയാണ് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് യൂട്ടിലൈസ് സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജ് നോൺ ആസ് രജിസ്റ്റർ. ദിസ് ക്രിയേറ്റ്സ് പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ആൻഡ് പ്രിസിഷൻ കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് പ്രൊഫഷൻ, ജോലികൾ, ഒരുപാട് നമ്മുടെ പ്രൊഫഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജിന് എന്താണ് ലാംഗ്വേജിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഒരു ഐഡൻറ്റിറ്റിയും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു കൃത്യതയും നിർവഹിക്കാൻ ഇതിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് നോക്കൂ, യൂസ് കോംപ്ലക്സ് മെഡിക്കൽ ടെർമിനോളജി ടു ഡിസ്ക്രൈബ് കണ്ടീഷൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് പ്രിസൈസ്ലി. കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ പറയുവാനായിട്ട് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ജാർഗൺസ് ആയിരിക്കും അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് ലോയേഴ്സ് നോക്കൂ, എംപ്ലോയ് ലീഗൽ ജാർഗൺ വിച്ച് ഈസ് ഹൈലി ഫോമൽ ആൻഡ് സ്പെസിഫിക് ടു ദ ലോ. നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ലോയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
and teachers use academic language focused on instruction, explanation and assessment. അസസ്മെൻറ്റും എക്സ്പ്ലനേഷനും ഇൻസ്ട്രക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഓരോ പ്രൊഫഷനും ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജെൻഡർ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ഒരു ഫാക്ടറായിട്ട് വരുന്നത് നോക്കാം. Social linguistic studies suggest differences in how men and women tend to use language, though these are not absolute rules. ഇത് ഒരു നിർണിതമായിട്ടുള്ള ഒരു നിയമമല്ല എങ്കിലും എങ്ങനെയാണ് ലിംഗാടിസ്ഥാനത്തിൽ ലാംഗ്വേജ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് എന്നാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് മുന്നോട്ട് വെക്കുന്ന പഠനങ്ങൾ. ഈ സ്ത്രീകളെ നോക്കൂ, ഓഫൺ ഒബ്സർവ്ഡ് യൂസിങ് മോർ പൊളൈറ്റ് ഫോംസ്, ഹെഡ്ജിങ് ആൻഡ് കോപ്പറേറ്റീവ് ലാംഗ്വേജ്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വളരെ സഹകരണാത്മകമായിട്ടുള്ള ഭാഷയായിരിക്കും സ്ത്രീകൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് കോമൺ തിങ്. ഇതൊരു സോഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് മെൻ മേ യൂസ് മോർ ഡിറക്റ്റ്, അസർട്ടീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ലാംഗ്വേജ്. അല്ലേ, ആണുങ്ങൾ എന്താണ് കുറച്ചു മ്ലേച്ഛമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യും, പക്ഷേ സ്ത്രീകൾ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പുതിയ ധാരണയുണ്ട്. അതങ്ങനെ തന്നെയാണ് അല്ലേ. ഇനി നോക്കൂ, ഈ പാറ്റേൺസ് എല്ലാം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇതെല്ലാം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, എന്തല്ല ബയോളജിക്കൽ അല്ല. ഈ ജെൻഡറും ഈ സ്ത്രീയും പുരുഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്തല്ല ബയോളജിക്കലി ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോരുന്നതല്ല. ഇനി എങ്ങനെയാണ് ലാംഗ്വേജ് ഒരു സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലാംഗ്വേജ് ഡസൻറ്റ് ജസ്റ്റ് റിഫ്ലക്ട് റിയാലിറ്റി, ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ്. ഒരു കേവലമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ റിഫ്ലക്റ്റ് ചെയ്യല്ല, പ്രതിബിംബമായി അതിനെ പ്രതിഫലിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു യാഥാർത്ഥ്യത്തെ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഉണ്ടാക്കുകയാണ് ലാംഗ്വേജ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് അവർ ആറ്റിറ്റ്യൂഡ്സ്, ബിലീവ്സ് ആൻഡ് തിങ്കിങ് പാറ്റേൺസ്. നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും എല്ലാം തന്നെ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ക്യാൻ ബി എ ടൂൾ ഓഫ് പവർ ആൻഡ് കൺട്രോൾ. ലാംഗ്വേജ് ഒരു അധികാരത്തിൻ്റെയും ശക്തിയുടെയും എല്ലാം തന്നെ ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാംഗ്വേജിനെ മാറ്റാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. സ്റ്റീരിയോ ടൈപ്സ് നോക്കൂ. വേർഡ്സ് ക്യാൻ എൻഫോഴ്സ് സോഷ്യൽ ബയാസസ്. ഭാഷയ്ക്ക് അല്ലെങ്കിൽ വാക്കുകൾക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ ബയാസസിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. പൊളിറ്റിക്സ് നോക്കൂ. പൊളിറ്റിക്കൽ റിറ്റോറിക് ഷേപ്സ് പബ്ലിക് ഒപ്പീനിയൻ. വളരെ നല്ല രൂപത്തിലുള്ള വാഗ്മിയായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ കുറച്ച് ആളുകളൊക്കെ ഇവിടെ അദ്ദേഹം ഒരു പ്രതിയാണ് എന്നുണ്ടെങ്കിലും പക്ഷേങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എന്തൊക്കെ ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കും താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ പിന്നെ അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ, ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഫ്ലുവൻസ് സോഷ്യൽ ബിലീഫ്സ്. മീഡിയയും ന്യൂസും എൻ്റർടൈൻമെൻറ്റും സാമൂഹികമായിട്ടുള്ള വിശ്വാസങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ലാംഗ്വേജ് 2 ടൈപ്സ് ഉണ്ട്. എന്താണ്? സ്റ്റാൻഡേർഡ് ആൻഡ് നോൺ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ദ വെറൈറ്റി ആക്സെപ്റ്റഡ് ഫോർ ഒഫീഷ്യൽ യൂസ് ഇൻ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, മീഡിയയിലും പിന്നെ അഡ്മിനിസ്ട്രേഷനിലും വിദ്യാഭ്യാസത്തിലും. അഡ്മിനിസ്ട്രേഷൻ മീൻസ് നമ്മുടെ ഭരണകാര്യങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിനാണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഉദാഹരണം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് പവർ, പ്രസ്റ്റീജ്, ബട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്കലി ജസ്റ്റ് വൺ ഓഫ് ദ മെനി ഡയലക്ട്സ്. ഇവിടെ നമുക്ക് മനസ്സിലാകാം എന്ത് പവറും അതുപോലെ തന്നെ പ്രസ്റ്റീജും അതെല്ലാം തന്നെ ഇതിന് കാരണം ഈ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. പക്ഷേ ലിംഗ്വിസ്റ്റിക്കലി അത് ഒരു ഡയലക്റ്റിൽപ്പെട്ട ഒരു സംഭവം മാത്രമാണ്. ഇനി നോൺ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കൂ. റീജിയണൽ ഓ സോഷ്യൽ വെറൈറ്റീസ് ഓഫൻ ലേബിൾഡ് ആസ് ഇൻകറക്റ്റ് ബൈ സൊസൈറ്റി. സമൂഹം ഒരു റീജിയനായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ വെറൈറ്റീസ് ആയിട്ടുള്ള ലാംഗ്വേജിനെ എല്ലാം തന്നെ ഇൻകറക്റ്റ് ആയിട്ടെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു ഫാക്ട് നമ്മൾ ശ്രദ്ധിക്കണം. ലിംഗ്വിസ്റ്റ് കൺസിഡർ ഓൾ വെറൈറ്റീസ് ടു ബി സിസ്റ്റമാറ്റിക് ആൻഡ് റൂൾ ഗവേൺഡ്. നോൺ സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് മീൻ ഇൻഫീരിയർ. എല്ലാ തരത്തിലുള്ള ഡയലക്റ്റുകളും എല്ലാ തരത്തിലുള്ള ലാംഗ്വേജ് വെറൈറ്റീസും അത് എന്താണ്? റൂൾ ഗവേൺഡ് ആണ്. അതിനും ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്നാണ് പിന്നെ ലിംഗ്വിസ്റ്റിക്സ് പറയുന്നത്. അതെന്തല്ല ഒരു ലാംഗ്വേജും അല്ലെങ്കിൽ ഒരു ഡയലക്റ്റും എന്തല്ല നോൺ സ്റ്റാൻഡേർഡോ അല്ല. നോൺ സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ചാൽ എന്തല്ല അത് ഒന്നിനേക്കാൾ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ ഒന്നിനേക്കാൾ താഴ്ന്നത് എന്നുള്ള അർത്ഥമൊന്നും തന്നെ ഇല്ല. ലാംഗ്വേജും ഐഡൻറ്റിറ്റിയും നോക്കാം. ലാംഗ്വേജ് ഈസ് സെൻട്രൽ ടു ഹൂ വി ആർ. ഇറ്റ് ഹെൽപ്സ് ഫോം പേഴ്സണൽ ഐഡൻറ്റിറ്റി. ലാംഗ്വേജ് എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി ഫോർമേഷന് അല്ലേ യുണീക്ക് നമ്മുടെ ശബ്ദം എന്താണ്? പ്രത്യേകമായിട്ടുള്ള നമുക്ക് മാത്രമുള്ള ശബ്ദമാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി, ബിലോങ്ങിങ് ടു എ കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ കാണിച്ചു കൊടുക്കുന്നതിന് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ലാംഗ്വേജിന് പങ്കുണ്ട്. നാഷണൽ ഐഡൻറ്റിറ്റി നോക്കൂ. സെൻസ് ഓഫ് നാഷണൽഹുഡ്. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഹിന്ദി ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അവരൊരുപാട് തവണ അല്ലെങ്കിൽ ഒരുപാട് അത്തരം റീജിയണൽ ലാംഗ്വേജുകളിലൂടെ ഇത്തരത്തിലുള്ള ബ്രദർഹുഡും ഇത്തരത്തിലുള്ള നമ്മുടെ
സ്വദേശാഭിമാനവും നമ്മുടെ ദേശസ്നേഹവും എല്ലാം കാണിച്ചു കൊടുക്കുന്നതിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാഷണൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് സാധിക്കുന്നുണ്ട്. പീപ്പിൾ ഓഫൺ കോഡ് സ്വിച്ച് ഓർ ചേഞ്ച് ദിയർ ആക്സെന്റ് ടു ഫിറ്റ് ഡിഫറെൻറ്റ് സോഷ്യൽ സിറ്റുവേഷൻസ്, സിഗ്നലിംഗ് വേർ ദേ ബിലോങ് അറ്റ് ദാറ്റ് മൂമെൻറ്റ്. നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ ചെന്നാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ നമ്മൾ മലയാളികളാണ് യൂസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മലയാളം കലർത്തിയുള്ള ഹിന്ദി യൂസ് ചെയ്യും. ആൻഡ് അവിടെ തന്നെ മലയാളം യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് മൾട്ടിലിംഗ്വലിസം? മെനി സൊസൈറ്റീസ് ലൈക്ക് ഇന്ത്യ ആ മൾട്ടിലിംഗ്വൽ. ഒരുപാട് സമൂഹങ്ങൾ, ഇന്ത്യ പോലെയുള്ള ഒരുപാട് സമൂഹങ്ങൾ എന്താണ് മൾട്ടിലിംഗ്വൽ ആണ്. പീപ്പിൾ നാവിഗേറ്റ് ദിയർ ഡേ യൂസിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളിൽ, സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും ജനങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടുകൾ, അതിൻ്റെ ഫലങ്ങൾ എന്താണ്, ഔട്ട്കംസ് എന്താണ്? കോഡ് മിക്സിങ്, യൂസിങ് വേർഡ്സ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ അനദർ. ഒരു ലാംഗ്വേജിലുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള ഒരു വാക്ക് മറ്റൊരു ഭാഷയിൽ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോഡ് സ്വിച്ചിങ്ങും, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ചെയ്യുന്നു. അൽക്കോളിയുലേറ്റർ, ഇൻഷാല്ലാ അല്ലേ, ഇൻഷാല്ലാ ഒരു അറബിക് വേർഡാണ്, പക്ഷേ അൽക്കോളിയുലേറ്റർ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. എന്ത് ചെയ്യുന്നു, അത് രണ്ടും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. യു ഹാവ് സം എക്സാം ടിപ്സ് for the exam right here. If you guys like this video, please do press that like button, touch that like button, and share to the beloveds. Thank you.